ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചിക്കൻ ടിക്ക തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 800 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ചിക്കനെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ ചിക്കനും തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം രാത്രി 8 മണിയോളമായി ഇവിടെ. അതുകൊണ്ട് ലൈറ്റിൻ്റെ വെട്ടം തീരെ കുറവാണ് കാണാനായിട്ട്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിൽ അടിച്ച് പേസ്റ്റ് ആക്കിയതാണിത്, അതും ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി തുടങ്ങിയവ ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി ഞാനിതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം പോരാ എന്ന് തോന്നുമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 7 കാഷ്യൂനട്ട് മിക്സിയിലടിച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ നല്ല കൊഴുപ്പുമാണ്. ഇനി നമ്മുടെ കറിയിലേക്ക് 1/2 ടീസ്പൂൺ മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ടിക്ക മസാലയുടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്